കളേഴ്സ് ഉണ്ട്. ലൂമിനസ് മാറ്റിയിട്ട് നൺ ആക്കുക. എൻ്റെ എല്ലാ കൂട്ടർക്കും സ്വാഗതം. നമ്മളിന്ന് കൊണ്ടുവരാൻ വന്നത് ഓറഞ്ച് ആൻഡ് ടീലാണ്. എങ്ങനെ നമ്മുടെ ഫോട്ടോസിക്ക് ഓറഞ്ച് ആൻഡ് ടീ ലുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഈ ലുക്ക് ആദ്യം ഫേമസ് ആയത് ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന പോലെ ആദ്യം ഒരു ലുക്ക് ഫേമസ് ആവുന്നത് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ഇത് ഫേമസ് ആവുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇതേതോ സിനിമയിലെ ഒരു സീനാണെന്ന്. ശരിക്കും അല്ല, ഇതൊരു ആവറേജ് പടമാണ്, ആരോ എടുത്ത പടമാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഫോട്ടോ നോക്കി കഴിഞ്ഞാൽ കാണാം, സാധാരണ ക്യാമറ വെച്ചെടുത്താണ്, വലുതായിട്ടൊന്നുമില്ല. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും തോന്നും ഒരു സിനിമ ഫീലാണ്. അപ്പോൾ ഇതെങ്ങനെ കൊണ്ടുവരാം? ഓക്കെ, അതിനുവേണ്ടി ഡാർക്ക് ടേബിളിനകത്തെ കുറച്ച് മോഡ്യൂൾസ് നമുക്ക് പരിചയപ്പെടാം. നമുക്ക് നേരിട്ട് പരിപാടിയിലേക്ക് കടക്കാം. ഫോട്ടോ എടുക്കുന്നു, ഡാർക്ക് ടേബിളിനകത്തോട്ട് ഇട്ടു, ഡബിൾ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ചെയ്തു. ഓക്കെ, അപ്പം ഇത് നമ്മൾ പഠിക്കുന്ന 3 മോഡ്യൂൾസ് ആയിരിക്കും. കളർ സോൺസ്, RGB കളർ, ടോൺ കളർ. ആദ്യം നമുക്ക് കളർ സോൺസിൽ നിന്ന് തുടങ്ങാം. ഇവിടെ കളർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കളർ സോൺസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഇനി ഈ ഓപ്ഷൻ മിസ്സിംഗ് ആണെങ്കിൽ ഇവിടെ മോർ മോഡ്യൂൾസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അവിടെ നോക്കുക കളർ സോൺസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ. ഓക്കെ, കളർ സോൺസ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ഇവിടെ തെളിയുന്നതായിരിക്കും. അപ്പോൾ ബേസിക്കായിട്ട് പുതിയ ഡാർക്ക് ടേബിളിനകത്തെല്ലാം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കാറുണ്ട്. ഇനി നോക്കാം എങ്ങനെ ആ ഒരു ഫീൽ കൊണ്ടുവരാം. ആദ്യം നമുക്ക് ആ ഒരു ഓറഞ്ച്, ഒരു ടീൽ കളറും, സ്കൈയിൽ ടീ കളറും ഒരു ഓറഞ്ചിഷ് ആയിട്ടുള്ള സ്കിൻ കളറും കൊണ്ടുവരാം. അതിന് ചെയ്യേണ്ടത് ഈ കണ്ടിട്ട് ഇതാണ് ബ്ലൂ കളർ. അതായത് ഈ നമ്മുടെ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു ബ്ലൂ കളർ എന്ന് പറയുന്നത് ഈ ഒരു മേഖലയിലാണ് അത് വരുന്നത്. ഇനി നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പേടിക്കണ്ട, ഇവിടെ ഒരു പിക്കപ്പ് ടൂൾ ഉണ്ട്, കളർ പിക്കർ എന്ന് പറയും. അത് കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഏത് ഏരിയയിലാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. സാരമില്ല, പോയിന്റ് വിട്ടുന്നാലും കുഴപ്പമില്ല. ഈ പോയിന്റ് ക്ലിക്ക് ചെയ്ത് താഴോട്ട് കൊണ്ടുവരാം. അപ്പം നമുക്ക് ഈ ഒരു ഗ്രീൻ കണ്ടിട്ട് ഈ ചരിഞ്ഞിരിക്കുന്ന നമ്മളെ ഈ ഗ്രീൻ കളറും ഇങ്ങനെ കുറച്ച് കളർ ചേർപ്പുണ്ട്. അപ്പം ഈ ഒരു ബ്ലൂ റേഞ്ചിൽ നിന്നും നമ്മുടെ പച്ചയ്ക്കും നീലയുടെയും ഇടയ്ക്കായിട്ട് വരുന്ന ഒരു കളർ എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഏകദേശമായി. ഓക്കെ, ഇനി നമുക്ക് ഓണും ഓഫും ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്ത് മാറ്റമാണോ. കണ്ടില്ലേ, കിടിലം മാറ്റമല്ലേ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കണ്ടത് ഒരു ഓറഞ്ച് ടൈസിലുള്ള സ്കിന്നാണ്. അപ്പം സ്കിൻ കളർ അറിയാൻ വളരെ എളുപ്പമാണ്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് ഏകദേശം സ്കിൻ കളർ വരുന്നത്. ഇവിടെ ചെറുതായിട്ട് പോകാം, കുറച്ച് പോകാതെയാവും. ഇനിയും പോയി കഴിഞ്ഞാൽ ഫുൾ യെല്ലോ ആയിപ്പോവും. അത് മതി. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പം അതെല്ലാം ശരിയാക്കാവുന്നേ ഉള്ളൂ. ഇനി വേറെ കാര്യം, ചിലവരുടെ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ മിക്കവാറും അവിടെ എന്തെങ്കിലും ആർട്ടിഫാക്ട്സ് വരും. അതായത് എന്തെങ്കിലും ഒരു ചെറിയ പോരായ്മകൾ ഇവിടെയൊക്കെ വരും. അങ്ങനെ വരുന്നുണ്ടല്ലോ, പ്രോസസ് മോഡ് സ്ട്രോങ്ങിൽ നിന്ന് സ്മൂത്ത് ആക്കുക. ഓക്കെ, സ്മൂത്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശകലം കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു ഓപ്ഷൻ, ഇത് സ്കിൻ ടോണും ഒരു ശകലം കൂടിയാണ്, കുറച്ച് മതി. കൂടുതലായി കഴിഞ്ഞാൽ ഇനിയിപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഇവിടെ ഒക്കെ കണ്ടല്ലോ ചെറിയൊരു ബ്ലൂയിഷ് ഉണ്ട്. അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് പറയാം. അതായത് ഞാൻ പറഞ്ഞുതരാം. റെസോൺസ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നേരെ തിരിച്ച് ടോൺ ഗ്രൂപ്പ് വരിക. അവിടെ നമുക്ക് 2 ടൂളുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ചില സാറ്റുറേഷൻ കൂട്ടാനും പിന്നെ ചില കളേഴ്സ് പോരായ്മകളും മാറ്റാനും. അതിനാദ്യം നമുക്ക് ടോൺ കർവിലേക്ക് ചെല്ലാം. ടോൺ കർവ് എടുക്കാം. അവിടെ കളർ സ്പേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ RGB ലിങ്ക്ഡ് ചാനൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് മാറ്റിയിട്ട് ലാബ് ഇൻഡിപെൻഡൻറ്റ് ചാനൽസ് ആക്കുക. ഓക്കെ, ഇവിടെ LAB എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ട്. ഇതിൽ L എന്ന് പറയുന്നത് ലൈറ്റ്നെസ് ആണ്. A എന്ന് പറയുന്നത് ഓക്കെ A ചാനൽ എന്ന് നമുക്ക് പറയാം. പിന്നെ ഉള്ളത് B ചാനലാണ്. അപ്പോൾ A ചാനലിനകത്ത് വന്നിട്ട് പച്ചയും മജന്ത കളറുമാണ് വരുന്നത്. ഓക്കെ, മജന്ത. പിന്നെ ഉള്ളത് B ചാനലാണ്. B ചാനലിനകത്ത് ബ്ലൂ കളറും യെല്ലോ കളറുമാണ് വരുന്നത്. ഇപ്പം നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് നമ്മുടെ മാറ്റം വരുത്തേണ്ട കളർ എന്ന് പറയുന്നത് ബ്ലൂ കളറും നമ്മുടെ സ്കിൻ കളറുമാണ്. അപ്പം സ്കിൻ കളർ ക്ലിക്ക് ചെയ്യാനായിട്ട് ഈ ഒരു റേഞ്ചിലാണ് ആ സ്കിൻ കളർ. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് വെച്ച് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ കളർ ഓക്കെ, നമുക്ക് അതിൻ്റെ നടുക്കൊരു പോയിന്റ് ഇടാം. ഓക്കെ, ഇത് ബ്ലൂ കളർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, വന്നു. ഓക്കെ, പക്ഷേ നമ്മൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ ചെറിയൊരു യെല്ലോയിഷ് കളർ വരുന്നത്. നമുക്കത് കളർ സോൺസ് ചെന്നിട്ട് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാം.
നമുക്കത് മതി. നേരത്തെ കിടന്ന ഒരു ഓപ്ഷനിലേക്കൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് ടോൺ കറി വരാം. എന്നിട്ട് ബ്ലൂ കളർ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ടോൺ കർവ് വെച്ച്. ഇനിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇവിടെയൊക്കെ സ്കിൻ കളറിൻ്റെ അവിടെയൊക്കെ ചെറിയ ബ്ലൂഷ് കളറുണ്ട്. അതെങ്ങനെ കളയാമെന്നാണ്. അത് നമുക്ക് RGB കർവ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ഞാൻ ബേസിക് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഈ ഒരു ടൂൾസ് എല്ലാം വെച്ച് തന്നെ നമുക്ക് ഈ കളറിനെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് കാര്യം. ഇനി ഈ ബ്ലൂ കളർ കളയാൻ അതിൻ്റെ എന്ത് ചെയ്യണം? RGB കർവ് എടുത്തിട്ട് ഈ മോഡ് എന്നുള്ളത് RGB ലിങ്ക്ഡ് ചാനൽ മാറ്റി ഇൻഡിപെൻഡൻറ്റ് ചാനൽസ് ആക്കാം. ഇപ്പം നമുക്കിവിടെ വന്നിട്ടുണ്ട് റെഡ് ചാനൽ, ഗ്രീൻ ചാനൽ, ബ്ലൂ ചാനൽ. ഓക്കെ, അപ്പം റെഡ് ചാനൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും എന്താണ് ഒരു റെഡിഷ്നെസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഉദാഹരണത്തിന് ഇവിടെയൊക്കെ വന്നിട്ട് ഒരു ചെറിയൊരു കളറിന് ഒരു ഇത് പോരായ്മയുണ്ട്. നമുക്കത് മാറ്റാം. ഓക്കെ, കണ്ടല്ലേ? അപ്പം എന്താണ് ഈ ഒരു പോർഷൻ, എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഈ ഒരു വരയാണ് കിടക്കുന്നത്. ഈ വരയെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ഭാഗമാണ് ഷാഡോസ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഷാഡോ റേഞ്ച്, അതായത് നിഴലുള്ള ഭാഗം. ചിത്രത്തിൽ ഏറ്റവും നിഴൽ വരുന്ന ഭാഗമെല്ലാം ഇവിടെ ആയിരിക്കും വരുന്നത്. ഈ ഭാഗം വരുന്നതാണ് ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്, അതായത് വൈറ്റ് ആയിട്ടുള്ള ഭാഗം. അതായത് ഈ ഒരു റേഞ്ച് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നതായിരിക്കും ബാക്കിയുള്ള കളേഴ്സിൻ്റെ റേഞ്ച്, അതായത് മിഡ് ടോൺസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഏകദേശം ഒരു ഷാഡോയ്ക്കും വൈറ്റ്നസിനും ഇടയ്ക്കുള്ള. അപ്പോൾ ഞാനിത് ഒത്തിരി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. നമുക്ക് സ്കിന്നിൽ ചൂടി യെല്ലോയിഷ് ആക്കാം. ഓക്കെ, കൊള്ളാം. ഇനി ഗ്രീൻ കളർ എടുക്കാം. ചില കളർ ഇച്ചിരി പോരായ്മയുണ്ട്. നമുക്ക് ആ ഗ്രീൻ കളർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒത്തിരിയായി. ഓക്കെ, അത് മതി. കറക്റ്റ് ഒരു ബ്ലാക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ കണ്ടില്ലേ കുറച്ച് പോരായ്മകൾ കാണുന്നുണ്ടല്ലേ, കളർ വ്യത്യാസമുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ബ്ലൂഷ് കളറുണ്ട്. അതെങ്ങനെ കളയാവുന്നതാണ്? ബ്ലൂ ചാനലിൽ ചെല്ലാം. ഇപ്പം ബ്ലൂഷ് കളറാണ്. ബ്ലൂഷ് നമുക്ക് ഇച്ചിരി കുറയ്ക്കാൻ പറ്റും. അത് ഈ ഒരു റേഞ്ചിലാണ് വരുന്നത്. നിങ്ങൾക്ക് കളർ പിക്കർ ഉണ്ട്. കളർ പിക്കർ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഏകദേശം എല്ലായിടും എടുത്ത്. ഓക്കെ, ഒത്തിരി കുറയ്ക്കല്ലേ, പണിയാവും. അപ്പോൾ ഇവിടെയും കണ്ടില്ലേ ഒരു വല്ലാത്ത കളർ പോരായ്മ ഹൈലൈറ്റ്സിനോട് ചേർന്ന്. ആ ഭാഗത്ത് നമുക്ക് ഇച്ചിരി ശരിയാക്കാം. ഓക്കെ, അവിടെ ഗ്രീനും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ ശരിയായി കണ്ടല്ലേ. അപ്പോൾ ആ കളർ ഏകദേശം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. ഇത്രയാണ് കണ്ടില്ലേ. നമ്മൾ ആ കളേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇത്രയും കാണിച്ചത് നമ്മൾ. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ശകലം കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. ടോൺ കർവ് മാറ്റാം, കുറച്ചുകൂടി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇനി നമുക്ക് കുറച്ച് ഫെയ്ഡ് ലുക്ക് കൊണ്ടുവരാൻ പറ്റും. ഫെയ്ഡ് എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് ഇച്ചിരി മാറ്റിയിട്ട് ഇച്ചിരി ഒരു ഗ്രേ കളറിൻ്റെ അടുത്ത് വരുന്നതാണ്. അത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഡാറ്റയിനകത്തുള്ള ഒരു ഫീച്ചറാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരെണ്ണം കൂടി നിർമ്മിക്കാൻ പറ്റും. RGB കർവ് ഇപ്പോൾ ഓൾറെഡി ഒരു RGB കർവ് ഉണ്ട്. നമുക്ക് വേറൊരു RGB കർവ് വേണം കുറച്ച് ഫെയ്ഡ് ലുക്ക് കൊണ്ടുവരാൻ. അതായത് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? RGB കർവിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. അതിൽ ഈ ഓപ്ഷൻ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഇൻസ്റ്റൻസ്, ഡ്യൂപ്ലിക്കേറ്റ് ഇൻസ്റ്റൻസ്, അതായത് ഓൾറെഡി ഉള്ള ഇത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ, ഈ ഒരു സെറ്റിങ്സ് വെച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ. പിന്നെ മൂവ് അപ്പ് ആൻഡ് ഡൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ന്യൂ ഇൻസ്റ്റൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു RGB കർവ് എക്സ്ട്രാ വരും. ഇനി ഒരു ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ പ്രിസർവ് കളേഴ്സ് ഉണ്ട്. ലൂമിനസ് മാറ്റിയിട്ട് നൺ ആക്കുക. എന്നിട്ട് ഈ ഒരു പോയിന്റ് കുറച്ച് മതി. ഓക്കെ, ഇത്രേ ഉള്ളൂ കാര്യം. കണ്ടല്ലേ, ഇത്രേ ഉള്ളൂ കാര്യം. ആ കളേഴ്സ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യും. നമുക്ക് ഒറിജിനൽ പിക്ചറിനെ ഒന്ന് നോക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചിത്രം വന്നിട്ട് ഇതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസമായിരിക്കും. മിക്കവാറും ഈ ഒരു ലുക്ക് കൊണ്ടുവരണമെങ്കിൽ മിക്കവാറും കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടി വരും. ഓക്കെ, എനിക്ക് ഇതാണ് ഈ സ്കൈഡ് ഈ ഭാഗത്തൊക്കെ ഇച്ചിരി ഇത് പോരായ്മ പോലെ തോന്നുന്നുണ്ട്. പിന്നെ അതിൽ അതെനിക്കിരുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടല്ലേ. അല്ല, കിഡിലാക്കിയില്ല ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഒരു സിനിമ ഫീലും വന്നു. ഓക്കെ, ഇതിനുള്ളത് ഏറ്റവും താഴെയല്ല സോറി, ഏറ്റവും ലാസ്റ്റിൽ നിന്ന് രണ്ടാമത് കറക്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു കോൺട്രാസ്റ്റ് ഈക്വലൈസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് കിടക്കുന്നില്ലേ, വൺ സൈഡിലുള്ള ഈ പോയിന്റ് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ഒരു ഷാർപ്നെസ് കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഒരു ചെറിയൊരു വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. കൂടുതൽ ആഡ് ചെയ്യൽ, ഒത്തിരി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചിത്രത്തെ ഒരു ബോറിംഗ് ആക്കി പറ്റും. കുറച്ചാക്കാം,
കണ്ടില്ലേ ഇപ്പോൾ ഒരു കറക്റ്റ് ഒരു സിനിമ ഫീലും ഒരു ഷാർപ്നെസ്സും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനലിനകത്ത് പുതിയതാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കിടിലം വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചു വരാം. അതുവരെ